Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിന്റെ മറ്റൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ് M സീരീസിലെ സാംസങ് ഗാലക്സി M53 5G. അപ്പോൾ സാംസങ് ഗാലക്സി M33 കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ്. ബിലോ 20,000 ആയിരുന്നു. ഇത് കുറച്ചും കൂടെ പ്രീമിയം സെഗ്മെന്റ് ആണ്. അറൌണ്ട് 25,000 to 30,000 പ്രൈസ് സെഗ്മെന്റ് ആണ് ഇത് ഓഫർ ചെയ്യുന്നിരിക്കുന്നത്. സാംസങ് ഗാലക്സി M53 5G ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് സാംസങ്ങിന്റെ AMOLED 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതേപോലെ 108 മെഗാപിക്സൽ ക്യാമറ സിസ്റ്റമാണ് വന്നിരിക്കുന്നത്. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. വളരെ സ്ലിം ഫോം ഫാക്ടർ ആണ്. അതേപോലെ Dimensity 900 5G ചിപ്പാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജ് ആണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ വിലയും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ പറയുന്നുണ്ട്. ഇൻട്രോഡക്ടറി ഓഫറും ഉണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഈ അൺബോക്സിംഗ് വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗ് തുടങ്ങാം. സാംസങ് ഗാലക്സി M53 5G അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ഇപ്പോൾ അടുത്തിറങ്ങിയ സാംസങ് എല്ലാ ഫോൺസിലും പോലെ തന്നെ ഇതിലും വളരെ സ്ലിം ബോക്സ് പാക്കേജ് ആണ് വരുന്നത്. ഇതിനകത്തും ചാർജർ ഇൻക്ലൂഡഡ് അല്ല. സാംസങ് ഗാലക്സി M53 5G ഇത് കാണാം. ഇത് രണ്ട് വേരിയന്റിലാണ് അവൈലബിൾ ആവുന്നത്. 6GB റാമും 8GB റാമും 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. ഇത് മിസ്റ്റി ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ്. ഒരു ബ്ലൂ കളറും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇനി രണ്ടിന് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 26,499 ആണ് 6GB റാമിന്റെ വേരിയന്റ് വില. 28,499 ആണ് 8GB റാമിന്റെ വേരിയന്റ് വില. പക്ഷേ ഇപ്പോൾ ഓഫറിന് ഉണ്ട്. ആക്ച്വലി 2,500 rupees ICICI ബാങ്ക് ഓഫർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 23,999 25,999 ആണ്. അത് വളരെ അട്രാക്റ്റീവ് പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഒരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഓഫർ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. കാര്യമായി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന 6GB റാം വേരിയന്റ് ആണ്. അപ്പോൾ ബാക്കി ഇവിടെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുറക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആകെ കിട്ടുന്ന ഫോണാണ് മെയിനായിട്ട്. ഫോണൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കി എന്താ നോക്കാം. ഇതിനകത്ത് സ്ഥിരം ഒരു USB ഒരു സിം ഇജക്റ്റ് പിന്നാണ്. പിന്നെ USB കേബിൾ ഉണ്ട്. അത്രേ വരുന്നുള്ളൂ. കേബിളും പിന്നെ നമുക്കൊരു മാനുവൽ വാറണ്ടി ഇൻഫർമേഷനാണ്. ഇവിടെ നമുക്ക് സിം കാർഡ് കണ്ട് ഇതിനകത്ത് 2 നാനോ സിം കാർഡാണ്. ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല ഇതിനകത്ത്. ഹൈബ്രിഡ് സ്ലോട്ടാണ്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഞാൻ സാർ വാല്യൂ കൂടെ പറയാം. ഹെഡ് സാറാണ് കൊടുത്തിരിക്കുന്നത് 1.31. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി M53 5G. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ആദ്യം നമ്മൾ പറയാം. വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. ഈവൻ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ടായിട്ട് പോലും വെറും 7.4 mm തിക്നെസ് ഉള്ളൂ. കണ്ടില്ലേ, വളരെ സ്ലിം ഫോം ഫാക്ടറാണ്. അതേപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇത്രയും വലിയ ഡിവൈസ് ആയിട്ടും വളരെ ലൈറ്റ് വെയിറ്റും അതേപോലെ സ്ലിം ആണ്. എന്താ പറയുക, കയ്യിൽ യൂസ് ചെയ്യാനൊക്കെ വളരെ ഒരു നല്ല ഫീലാണ് കിട്ടുന്നത് ഇത്രയും സ്ലിം ഫോം ഫാക്ടർ ആയതുകൊണ്ട് തന്നെ. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് ആണ്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിം ട്രേ ആണ്. ഹൈബ്രിഡ് സ്ലോട്ടാണ്. നാളെ നമുക്ക് USB Type-C പോർട്ടാണ്. ചാർജിങ് പോർട്ടാണ്. 25 watt ചാർജിങ് സപ്പോർട്ടഡ് ആണ്. സ്പീക്കർ യൂണിറ്റ് കാണാം. അതേപോലെ മുകളിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ബാക്ക് പാനലിലേക്ക് നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 108 മെഗാപിക്സൽ പ്രൈമറി സെൻസറാണ്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡും 2 മെഗാപിക്സൽ മാക്രോം പിന്നെ ഡെപ്ത് സെൻസറാണ്. LED ഫ്ലാഷ് കാണാം. സാംസങ്ങിന്റെ ബ്രാൻഡിങ് കാണാം. നല്ല ഒരു ഫിനിഷാണ്, മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പാനലിൽ. നല്ലൊരു പ്രീമിയം ഇൻ ഹാൻഡ് ഫീലും ഉണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി നല്ലൊരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോണാണ്. അതേപോലെ ഈ സ്ലിം ഫോം ഫാക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ സ്ലിം ആയ ഒരു ഡിവൈസാണ്. പിന്നെ ഇവിടെ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സാംസങ്ങിന്റെ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഞാൻ ഡിസ്പ്ലേയിലേക്ക് വരാം. പക്ഷേ ഓവറോൾ ഇൻ ഹാൻഡ് ഫീലും ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഒരു കാര്യം മിസ്സിംഗ് ആയത് 3.5 mm ഓഡിയോ ജാക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല. അതൊരു മിസ്സിംഗ് ആസ്പെക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വരാം. ഇത് നമുക്ക് കിട്ടുന്നത് സാംസങ്ങിന്റെ AMOLED പ്ലസ് ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. വളരെ സ്മൂത്ത് ആയ ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ മോഷൻ സ്മൂത്ത്നെസ്, ഹൈ റിഫ്രഷ് റേറ്റ് കാണാം. സ്റ്റാൻഡേർഡ് 60 Hz, ഹൈ റിഫ്രഷ് റേറ്റ് 120 Hz ആണ്. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ്. കളേഴ്സ് എല്ലാം ഭയങ്കര വൈബ്രൻറ്റും കളർഫുള്ളും ആണ്. അതേപോലെ വ്യൂവിങ് ആംഗിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല മികച്ച ഒരു പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഡിസ്പ്ലേൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ സാംസങ് ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേനെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക സാംസങ് തരുന്നത്.
ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ പറയാം. സോഫ്റ്റ്വെയർ നമുക്കിവിടെ സാംസങ്ങിൻ്റെ 1 UI ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ പോകാം. 1 UI 4.1 ആൻഡ്രോയിഡ് വേർഷനാണ്, ആൻഡ്രോയിഡ് 12 ആണ്. അപ്പോൾ സാംസങ് ഈ അടുത്ത് ഇറങ്ങിയ എല്ലാ ഫോൺസും ആൻഡ്രോയിഡ് 12 ആണ്. അത് ഈ ഡിവൈസിൽ ആൻഡ്രോയിഡ് 12 ആണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ ആൻഡ്രോയിഡ് 12 ആണ്. ആൻഡ്രോയിഡ് 13ഉം 14ഉം ഗ്യാരണ്ടീഡ് ആണ്. അതേപോലെ 4 വർഷം സെക്യൂരിറ്റി പാച്ചസും ഇതിനകത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് എല്ലാം പ്രോമിസ്ഡ് ആണ്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമ്മൾ റെഗുലറായി കാണുന്ന 1 UI എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. അഡ്വാൻസ് ഫീച്ചേഴ്സ് പോയാൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. എന്താ പറയുക, നമുക്ക് മോഷൻസ് ആൻഡ് ജെസ്റ്റേഴ്സ് ഉണ്ട്, 1 ഹാൻഡഡ് മോഡ് ഉണ്ട്, വീഡിയോ കോൾ എഫക്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡ്യുവൽ മെസ്സഞ്ചർ, ഗെയിം ലോഞ്ചർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, തീംസ് ഉണ്ട്. അങ്ങനെ ഓപ്ഷൻസിലെല്ലാം തന്നെ നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ സാംസങ് പേ മിനി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നോക്ക് സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് സാംസങ്ങിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ഉണ്ട്, റെഗുലറായി വരുന്ന ആപ്ലിക്കേഷൻ എല്ലാം തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സെക്യൂർ ഫോൾഡ്, സാംസങ് പാസ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സാംസങ്ങിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ സാംസങ്ങിൻ്റെ UI നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത്. അപ്പോൾ UI കാര്യത്തിൽ നല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് Dimensity 900 ചിപ്പാണ് വരുന്നത്. നല്ലൊരു മിഡ് റേഞ്ച് ചിപ്പാണ്, നല്ലൊരു പവർഫുൾ ചിപ്പുമാണ്. നമ്മൾ ഒരുപാട് ഡിവൈസസിലും കണ്ടതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ 6GB റാമും 8GB റാമും വേരിയൻ്റ് ആണ് വരുന്നത്. നമ്മുടെ ഇനീഷ്യൽ ഇംപ്രഷനിൽ വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ലാഗ്സോ അങ്ങനത്തെ ഇഷ്യൂസോ ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂളിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവൈസ് ഗെയിം കളിക്കുകയാണെങ്കിൽ എക്സ്ട്രീം ടെസ്റ്റിൽ ഇടുകയാണെങ്കിൽ പോലും ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടാവാത്ത രീതിയിലാണ് സാംസങ് ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി കാര്യം പറയുകയാണെങ്കിൽ വോയിസ് ഫോക്കസ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ കോൾസ് ഒക്കെ വിളിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കട്ട് ചെയ്യാനുമുള്ള വോയിസ് ഫോക്കസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാലിറ്റി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു വളരെ ക്രൗഡഡ് ആയ ഒരു സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് ക്ലാരിറ്റീൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് ഇത് എന്താ പറയുക കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഓട്ടോ ഡേറ്റ സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ 2 സിം കാർഡ് യൂസ് ചെയ്യണം. ആദ്യത്തെ സിം കാർഡ്, അതായത് പ്രൈമറി സിം കാർഡ് അഥവാ ഡേറ്റ വല്ലതും മിസ്സായി പോയ നെറ്റ്വർക്ക് കവറേജ് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡേറ്റ സെക്കൻഡറി സിം കാർഡിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാനുവലായി നമുക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഫസ്റ്റ് സിം കാർഡിലെ ഡേറ്റ പോയാലും നിങ്ങൾക്ക് എന്താ പറയുക കണക്ഷൻ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ലാണ്ട് ഓട്ടോമാറ്റിക്കായി സ്വിച്ച് ചെയ്യുന്ന ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഒരു നല്ല ആസ്പെക്റ്റ് ആയിട്ട് പറയാം. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സ്പീക്കർ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ 12 5G ബാൻഡ്സ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെൽ കവേർഡ് ആണ്. 5G വരുമ്പോൾ പോലും ഇതിന് പ്രോബ്ലംസോ ഇഷ്യൂസോ ഒന്നും ഉണ്ടാവില്ല, കാരണം 12 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. പിന്നെ അഡീഷണൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ക്യാമറയിൽ കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാമറയെ കുറിച്ച് പറയാം. ഇതിനകത്ത് 108 MP പ്രൈമറി സെൻസർ, ഒരു 8 MP അൾട്രാ വൈഡും, ഒരു 2 MP ഡെപ്ത് സെൻസറും, 2 MP മാക്രോ സെൻസറാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയാണ് ഒരു 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറ UI എന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാമറ UI. നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാം. പോർട്രേറ്റ് മോഡ് ഉണ്ട്, അതേപോലെ വീഡിയോ റെക്കോർഡിംഗിൽ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്നത് അൾട്രാ HD 30 FPS, അതായത് 4K 30 FPS, ഫുൾ HD 60 FPS എല്ലാം തന്നെ സപ്പോർട്ട് ആണ്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ വീഡിയോസ് ഷെയ്ക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതേപോലെ നമുക്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൂൾസ് അഡീഷണൽ കാണാം. ഇവിടെ നൈറ്റ് മോഡ് ഉണ്ട്, മാക്രോ മോഡ് ഉണ്ട്, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, പ്രോ മോഡ്, അങ്ങനെ ഒരുപാട് അഡീഷണൽ ടൂൾസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ വെൽ കവേർഡ് ആണ്. പിന്നെ 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക സാംസങ് ഗാലക്സി M53 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ക്യാമറ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഡീറ്റെയിലായി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാം ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസിൽ ക്യാമറ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി ക്യാമറയായിട്ട് നമുക്കിതിനെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫോട്ടോ ആപ്ലിക്കേഷനിൽ 1-2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫോട്ടോ റീമാസ്റ്റർ ഓപ്ഷൻ. അപ്പോൾ റീമാസ്റ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഫോട്ടോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ A സീരീസ് ഫോൺസിലും കണ്ടതാണ്. അപ്പോൾ ഫോട്ടോ എടുത്ത സമയത്ത് വല്ല ക്ലാരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ റീമാസ്റ്റർ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റീമാസ്റ്റർ ടൂൾ. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എഡിറ്റ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് ഇറേസർ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് നമുക്കിവിടെ ഒരു സർക്കിൾ ചെയ്താൽ മതി. അത് ഒബ്ജക്റ്റ് ഇറേസ് ചെയ്യാനുള്ള എന്താ പറയുക ഉണ്ടല്ലേ, ഇവിടെ നമുക്ക്
ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഒബ്ജക്റ്റ് ഏതാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടില്ല. ഇപ്പോൾ ആ ഒബ്ജക്റ്റ് അവിടെ നിന്ന് ഇറേസ് ചെയ്തു പോയി. ഇപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോട്ടോൻ്റെ കാര്യത്തിൽ നല്ല ഒരു 2 ടൂളാണ്, റീമാസ്റ്റർ ടൂളും അതേപോലെ ഒബ്ജക്റ്റ് ഇറേസർ ടൂളും. ഇത് രണ്ടും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. അതേപോലെ 25 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ചാർജർ ഇല്ല. അപ്പോൾ സാംസങ്ങിൻ്റെ 25 വാട്ട് ചാർജർ വാങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറിനകത്ത് ചാർജ് ചെയ്ത് തീരുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഒരു അപ് ടു 50% ഒരു അരമണിക്കൂറിനകത്ത് ചാർജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 25 വാട്ട് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ആസ് എ പാർട്ട് ഓഫ് പ്രൊമോഷൻ നിങ്ങൾക്ക് M33 5Gയും M53 5Gൻ്റെയും പേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ താഴെ ആക്സസറീസ് എന്നുള്ള ഓപ്ഷൻ കാണാം, ആഡ് ആക്സസറീസ്. അവിടെ ചാർജർ നിങ്ങൾക്ക് വെറും 299 രൂപയ്ക്ക് 25 വാട്ട് ചാർജർ 299 റുപ്പീസാണ്. പിന്നെ ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി, എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല. എങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടേണ്ടതാണ്. കാരണം 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ 6 നാനോമീറ്റർ Dimensity 900 ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി M53 5Gൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിൽ 23,999 വിത്ത് ഡിസ്കൗണ്ട്, അതായത് ICICI ബാങ്ക് ഓഫർ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ 23,999 വിൽക്കുന്നത്. 6GB റാം, അതേപോലെ തന്നെ 8GB റാം 25,999. ഇത് നിങ്ങൾക്ക് ICICI കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓഫർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വില 26,499 28,499 വരുന്നത്. അപ്പോൾ 2 വേരിയൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു, 6GB റാമും 8GB റാമും. ഒരേ ഒരു സ്റ്റോറേജ് വേരിയൻ്റേ ഉള്ളൂ, 128GB സ്റ്റോറേജ്. അപ്പോൾ ഈ ഡിവൈസ് ഓവറോൾ എനിക്ക് നല്ലൊരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി M53 5Gൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. വാങ്ങാനുള്ള ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോയി വാങ്ങാവുന്നതാണ്. ആമസോണിൽ അവൈലബിൾ ആണ്, സാംസങ്ങിൻ്റെ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.